Respected Union Minister Sarbananda Sonawalji, Bhumanapada Speaker Shri A.N. Shamsir, Respected Karan Adani, ബഹുമാന്യരായ മന്ത്രിമാർ, ബഹുമാനപ്പെട്ട എംപിമാർ, MLAമാർ, ബഹുമാനപ്പെട്ട മേയർ, വേദിയിലുള്ള ബഹുമാന്യരായ മറ്റാത്മീയ ഭൗതിക മേഖലകളിലെ വിവിധ ഉന്നത സ്ഥാനീയരെ, ഉദ്യോഗസ്ഥ പ്രമുഖരെ, സദസ്സിലെ ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, കേരളം വളരുന്നു. പശ്ചിമഘട്ടങ്ങളെ കേറിയും കടന്ന അന്യമാന്തദേശങ്ങളിൽ നിന്ന് മഹാകവി പാലാനാരായണൻ നായർ മഹനീയമായ ഒരു കവിതയിലൂടെ മുമ്പ് പാടിയിട്ടുണ്ട്. ആ കാവ്യഭാവനകൾ അർത്ഥപൂർണമാകുന്ന ചരിത്ര നിമിഷങ്ങൾക്ക് ഇന്ന് സാക്ഷ്യം വഹിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ ചരിത്ര ഏടുകളിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന ഒരു ചരിത്ര നിമിഷത്തിന് ഇന്ന് നമ്മളെല്ലാം സാക്ഷികളാകും. ലോകമെമ്പാടുമുള്ള മാനവരാശി, വിശിഷ്യ മലയാളികൾ ഏറെ അഭിമാനത്തോടെ, ആഹ്ലാദത്തോടെ, ആവേശത്തോടെ ഈ നിമിഷത്തെ നോക്കിക്കാണുന്ന രംഗമാണ് നമുക്കെല്ലാം അനുഭവപ്പെടുന്നത്. ഇന്നലെ ഇവിടെ തീരം തൊട്ട നമ്മുടെ മദർഷിപ്പ് ഏറെ അഭിമാനത്തോടെയും ആഹ്ലാദത്തോടെയും ആരവങ്ങളോടെയുമാണ് നമ്മൾ തീരത്തേക്ക് ആനയിച്ചത്. ഇന്ന് നമ്മുടെ സമാദരണീയനായ മുഖ്യമന്ത്രി ആ ഷിപ്പിൻ്റെ ക്യാപ്റ്റനെ സ്നേഹപൂർവ്വം നമ്മുടെ സ്നേഹാദരവുകൾ അർപ്പിച്ച് സ്വീകരിക്കുകയും ഒപ്പം നമ്മുടെ കണ്ടെയ്നർ ഇപ്പോൾ ഇവിടെ അൺലോഡ് ചെയ്ത് നമ്മുടെ ട്രയൽ റൺ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത സൂചിപ്പിക്കുകയാണ്. നമുക്കിനി ഇവിടെ നിന്ന് തുടർന്ന് നമ്മുടെ മദർഷിപ്പുകൾ വന്ന് നിരവധി കണ്ടെയ്നറുകൾ ഇവിടെ അൺലോഡ് ചെയ്ത് തുടർന്ന് ഇന്ത്യയിലെ വിവിധ തുറമുഖങ്ങളിലേക്കും നമ്മുടെ സംസ്ഥാനത്തെയും രാജ്യാന്തര തുറമുഖങ്ങളിലേക്കും ഇവിടുന്ന് ട്രാൻസ്ഷിപ്മെൻറ്റ് കണ്ടെയ്നർ തുറമുഖം എന്ന രൂപത്തിൽ ഇത് മാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് ട്രയൽ റണ്ണിൽ നടക്കുന്നത്. പലരും ഇവിടെ സൂചിപ്പിച്ചു എന്തുകൊണ്ട് റെയിൽവേ കണക്ടിവിറ്റി, അതേപോലെ തന്നെ റോഡ്, ഇത്തരം കാര്യങ്ങൾ തീരുന്നതിന് മുമ്പ് തുടങ്ങുന്നു. 1.7 കിലോമീറ്റേഴ്സ് ഇപ്പോൾ അപ്രോച്ച് റോഡ് ഹൈവേയുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ട്. ഭാവിയിൽ നമുക്ക് റെയിൽവേ കണക്ടിവിറ്റിക്കായി 10.7 കിലോമീറ്റേഴ്സ് നമ്മൾ റെയിൽവേ ഇപ്പോൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അതിൽ 9.2 കിലോമീറ്റേഴ്സ് തുരങ്കപാതയാണ്. അതിൻ്റെ പരിസ്ഥിതി ആഘാത പഠനവും അതിൻ്റെ സാമൂഹ്യ ആഘാത പഠനവും കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ DPR തയ്യാറാക്കി കൊങ്കൺ റെയിൽവേ ഇതിനോടകം കേന്ദ്ര റെയിൽവേ വകുപ്പിന് സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഔട്ടർ റിംഗ് റോഡിനുള്ള പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ലാൻഡ് അക്വസിഷൻ നടപടികൾ ഇത് രണ്ടിനുമായി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സമീപകാല ഭാവിയിൽ അതുകൂടി പൂർത്തീകരിക്കും. ആദ്യഘട്ടങ്ങളിൽ നമുക്ക് ഈ ട്രാൻസ്ഷിപ്മെൻറ്റ് കണ്ടെയ്നർ ഷിപ്പ് പോർട്ട് എന്ന രൂപത്തിൽ ഇവിടുന്ന് നമ്മുടെ ഇപ്പോൾ അൺലോഡ് ചെയ്യുന്ന എല്ലാ കണ്ടെയ്നറുകളും വിവിധ തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇനി തുടർന്നുള്ള ദിവസങ്ങളിലും ഇപ്പോൾ വന്നതിനേക്കാൾ വലിയ മദർഷിപ്പുകൾ വരാൻ പോവുകയാണ്. 400 മീറ്റർ നീളമുള്ള മദർഷിപ്പ് സമീപകാല ദിവസങ്ങളിൽ വരാൻ പോകുന്നു. അതേപോലെ തന്നെ മറ്റ് മദർഷിപ്പുകളും വരുന്നു. ഇങ്ങനെ അന്താരാഷ്ട്ര വിഴിഞ്ഞം തുറമുഖം എന്ന ആശയം അർത്ഥപൂർണമാകുന്ന ചരിത്ര നിമിഷത്തിലേക്ക് കടക്കുമ്പോൾ ഞാനിതിൻ്റെ ആദ്യഘട്ടങ്ങൾ കൂടി ഒന്ന് പരാമർശിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1996 അധികാരത്തിൽ വന്ന EK നയനാർ ഗവൺമെൻറ്റാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആശയത്തിന് വേണ്ടി ആദ്യമായി ഒരു കമ്മിറ്റി നിയോഗിച്ചത്. അതിൻ്റെ റിപ്പോർട്ടും പഠനവും അതിൻ്റെ പൂർണ്ണതയിലെത്തിച്ച് തുടങ്ങാൻ കഴിഞ്ഞില്ല. രണ്ടാമതായി AK ആൻ്റണിയുടെ കാലഘട്ടത്തിൽ അന്ന് പഠനങ്ങൾ കൂടാതെ തന്നെ ഇവിടെ ഒരു ടെൻഡർ നടപടി സ്വീകരിച്ചു. ഒരു ചൈനീസ് കമ്പനി അതിന് കോട്ട് ചെയ്തു. അതിന് കേന്ദ്രാനുമതി കൊടുത്തില്ല, അതുകൊണ്ട് അത് നടന്നില്ല. 2006 അധികാരത്തിൽ വന്ന VS അച്യുതാനന്ദൻ്റെ നേതൃത്വമുള്ള ഗവൺമെൻറ്റും അതിലെ തുറമുഖ മന്ത്രിയായിരുന്ന ശ്രീ M വിജയകുമാറും അവരെല്ലാം മുൻകൈയെടുത്ത് അന്ന് വീണ്ടും ഈ രംഗത്തേക്ക് ഒരു നീക്കം നടത്തിയപ്പോൾ അതിനുവേണ്ടി കേന്ദ്രമാദ്യം അനുമതി കൊടുക്കാതിരുന്നപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ അവർ കമ്മിറ്റിയെ നിയോഗിക്കുകയുണ്ടായി. ആ കമ്മിറ്റിയുടെ പഠന റിപ്പോർട്ട് വന്നു. കേന്ദ്രത്തിൻ്റെ അനുമതി വാങ്ങി ഇവിടെ ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിച്ച് അതിൽ നിന്ന് ചില ആളുകൾ മുന്നോട്ട് വന്നു. ടെൻഡർ ചെയ്തപ്പോൾ ആന്ധ്രാപ്രദേശിലെ ഒരു കൂട്ടരായിരുന്നു അന്നത് ടെൻഡറിൽ പങ്കെടുത്ത് അന്ന് ബിഡ് കൊടുത്ത് നെഗറ്റീവ് ബിഡ് കൊടുത്തത്. ആ ബിഡ് ഓപ്പൺ ചെയ്ത് അവർക്ക് കരാർ ചെയ്ത് അവർക്ക് ലെറ്റർ ഓഫ് ഇൻറ്റൻഷൻ കൊടുത്തു. ഈ സന്ദർഭത്തിൽ അതിനെതിരെ ഒരു കേസ് വന്നു. യഥാർത്ഥത്തിൽ ഇതേ ഘട്ടത്തിൽ തന്നെ ഒരു കമ്പനി വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് എന്ന കമ്പനി ആദ്യമായി ഇവിടെ ഉദ്ഘാടനം ചെയ്തത്
2010 ആഗസ്റ്റ് മാസം 11-ാം തീയതിയാണ്. ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദനായിരുന്നു ഉദ്ഘാടകൻ. അധ്യക്ഷൻ അന്നത്തെ തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ M വിജയകുമാറായിരുന്നു. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി ആ ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു. അങ്ങനെ മഹനീയമായ ആദ്യത്തെ സീപോർട്ട് എന്ന ആശയം അർത്ഥപൂർണമായി അത് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ടെൻഡർ എടുത്ത കമ്പനിക്കെതിരെ കേസ് വന്നുകൊണ്ട് അതിൻ്റെ പ്രവൃത്തിയായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. പിന്നീട് അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കാലഘട്ടത്തിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ വലിയ പ്രക്ഷോഭ സമരങ്ങൾ വളർന്നു വന്നു. ഒരുപക്ഷേ തലസ്ഥാനം നേരി കണ്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള മനുഷ്യച്ചങ്ങലയും നീണ്ടുനിന്ന ഉപവാസങ്ങളുമെല്ലാം അനന്തപുരിയിൽ അരങ്ങേറിയ സന്ദർഭം ഈ തുറമുഖത്തിന് വേണ്ടി വലിയ രൂപത്തിലുള്ള പ്രക്ഷോഭ സമരങ്ങൾ വളർന്നു വന്നു. 2015 ആഗസ്റ്റിൽ അതിനെ തുടർന്ന് ടെൻഡർ ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട കരാറിലേർപ്പെടാൻ അദാനിയുമായി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് തയ്യാറായി. ആ കരാർ ഉണ്ടാക്കുന്ന ഘട്ടത്തിൽ ചില വിമർശനങ്ങൾ കരാറിൻ്റെ ഉള്ളടക്കത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്തി കൊണ്ടുവന്നിരുന്നു. കരാറിനോടായിരുന്നില്ല എതിർപ്പ്, മറിച്ച് അതിലെ ഉള്ളടക്കത്തിലെ 66% സംസ്ഥാന ഗവൺമെൻറ് മുടക്കുമ്പോൾ 34% അദാനി മുടക്കുന്നു. അതിൻ്റെ അധികാരമോ ലാഭമോ നമുക്ക് 20 വർഷത്തേക്ക് ലഭിക്കാത്ത സാഹചര്യത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ആ വിമർശനങ്ങൾ ഉയർന്നു വന്നത്. പക്ഷേ അന്ന് തറക്കല്ലിട്ടതാണ് ആ കാലഘട്ടത്തിൽ നടന്നത്. പക്ഷേ പിന്നീട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചത് 2016 അധികാരത്തിൽ വന്ന ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വമുള്ള ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമ്പോൾ ഉണ്ടായ ഒട്ടനവധി ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും എല്ലാം നമുക്കറിയാം. ആദ്യം കോറിയുടെ പ്രശ്നങ്ങൾ വന്നു. തമിഴ്നാട്ടിലുൾപ്പെടെ ബന്ധപ്പെട്ടാണ് കോറിയുടെ സൗകര്യങ്ങളുണ്ടാക്കി പിന്നീട് അത് പരിഹരിക്കപ്പെട്ടത്. 80 ലക്ഷത്തോളം നമുക്ക് കരിങ്കൽ വേണ്ടി വന്നു, 80 ലക്ഷം ടൺ കരിങ്കൽ. അതേപോലെ തന്നെ പിന്നീട് ദുരന്തങ്ങൾ നമുക്കറിയാം. വലിയ രൂപത്തിലുള്ള ഓഖി ദുരന്തം ഉൾപ്പെടെ ചുഴലിക്കാറ്റ് ഉൾപ്പെടെ വലിയ ദുരന്തങ്ങൾ സൃഷ്ടിച്ചു. നമ്മുടെ ബ്രേക്ക് വാട്ടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അതേസമയത്ത് ആ കാലഘട്ടത്തെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോഴാണ് വീണ്ടും നമുക്കൊരു മഹാമാരി വന്നു. കോവിഡ് രൗദ്രഭാവം കൊണ്ട് നമ്മെ വേട്ടയാടി. അത്തരം ഘട്ടങ്ങളിലും വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും വന്നു. പിന്നീട് അതിനെയും തരണം ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ ചില പ്രക്ഷോഭ സമരങ്ങൾ വളർന്നു വന്നു. ആ പ്രക്ഷോഭ സമരങ്ങളിലെല്ലാം ഈ ഗവൺമെൻറ് സ്വീകരിച്ച സഹിഷ്ണുതയുടെ സമീപനത്തോടെ സമയുക്തതയോടെയുള്ള സമീപനമാണ് യഥാർത്ഥത്തിൽ ആ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാകുന്ന രൂപത്തിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉയർന്നു വന്നത് എന്നതേറെ അഭിമാനത്തോടെ പറയുകയാണ്. ഒരു ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി എന്തെന്ന് ഒന്നും രണ്ടും പിണറായി സർക്കാർ ഈ വിഴിഞ്ഞത്തിലൂടെ ലോകത്തിന് കാട്ടിക്കൊടുത്തിരിക്കുന്നു എന്ന അഭിമാനകരമായ മുഹൂർത്തമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. അതിൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇപ്പോഴിതാ 3000 മീറ്റർ ബ്രേക്ക് വാട്ടർ, അതായത് പുരിമുട്ട് പൂർണ്ണതയിലെത്തിയിരിക്കുന്നു. 800 മീറ്റർ കണ്ടെയ്നർ ബെർത്ത് പൂർണ്ണതയിലെത്തിയിരിക്കുന്നു. 32 ക്രെയിനാണ് ഇവിടെ എത്തിച്ചേരേണ്ടത്. ചൈനയിൽ നിന്ന് 31 എത്തിയിരിക്കുന്നു. യാർഡുകളെല്ലാം പൂർത്തിയായിരിക്കുന്നു. നമ്മുടെ ഓഫീസുകളെല്ലാം പൂർത്തിയായിരിക്കുന്നു. ലൊക്കേഷൻ കോഡ് നമുക്ക് ലഭിച്ചിരിക്കുന്നു. ISPS കോഡ് നമുക്ക് ലഭിച്ചിരിക്കുന്നു. NSPC ക്ലിയറൻസ് ലഭിച്ചിരിക്കുന്നു. ഇങ്ങനെ നമുക്ക് ലഭിക്കേണ്ട കസ്റ്റംസ് ഓഫീസ് ഉൾപ്പെടെ നമുക്കിവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇത് കസ്റ്റംസ് പോർട്ടായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി നമുക്ക് ലഭിക്കേണ്ടത് കേന്ദ്രത്തിൽ നിന്നുള്ള VGF ആണ്. VGF ലഭിക്കുന്നതിനൊരു തടസ്സം നിന്നിരുന്നത് നമ്മുടെ ആർബിട്രേഷനുകളായിരുന്നു. അതിൽ അദാനിയുടെ ആർബിട്രേഷൻ ഉണ്ടായിരുന്നു, നമ്മുടേതും ഉണ്ടായിരുന്നു. രണ്ടും വിഡ്രോ ചെയ്തു, യോജിപ്പിലെത്തി. ഇപ്പോൾ 3 പാർട്ടി കരാറിൽ ഈ ജൂലൈ 27 ഒപ്പിട്ടാൽ VGF തരുമെന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും ഇതുവരെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കണക്കുകളെല്ലാം ഇവിടെ അവതരിപ്പിച്ചതുകൊണ്ട് ഞാനതിൻ്റെ മറ്റു വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ഈ പോർട്ട് യാഥാർത്ഥ്യമാകുമ്പോൾ ഈ പോർട്ടിനുള്ള അനുഗ്രഹീതമായ ഒരു ഘടകം കൂടി തിരിച്ചറിയേണ്ടതാണ്. ലോകത്തൊരു മറ്റൊരു പോർട്ടിനും ഇല്ലാത്ത രൂപത്തിൽ 20 മുതൽ 24 മീറ്റർ വരെ ആഴമുള്ള പ്രദേശമാണ് വിഴിഞ്ഞം. ഇന്നലെ ഇവിടെ എത്തിയിരിക്കുന്ന മദർഷിപ്പിന് 10 മീറ്റർ ആഴത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇതിനേക്കാൾ വലിയ ഷിപ്പിനെ സ്വീകരിക്കാനുള്ള ശേഷി നമ്മുടെ വിഴിഞ്ഞത്തിനുണ്ട് എന്നുള്ളതാണ് അഭിമാനകരമായ സാഹചര്യം. അതിലുപരി വിഴിഞ്ഞത്തിൻ്റെ അടിയിലേക്ക് പോയാൽ പാറയാണ്. മറ്റ് പല പോർട്ടുകൾക്കും ഓരോ വർഷവും ഡ്രഡ്ജ് ചെയ്തെങ്കിലേ അതിൻ്റെ പോർട്ടിൻ്റെ പ്രവർത്തനം സുഗമമായി നടക്കൂ. ഇവിടെ അത്തരം ഒരു ആവശ്യമില്ല. അപ്പോൾ പ്രകൃതിദത്തമായ സൗന്ദര്യവും സൗകര്യമുള്ള അനുഗ്രഹീതമായ ഒരു പോർട്ടായി നമ്മുടെ പോർട്ട് മാറുമ്പോൾ ഭാവിയിൽ ഇപ്പം തന്നെ പ്രതിപക്ഷം 10 ലക്ഷം കണ്ടെയ്നർ ഇവിടെ വന്നു പോകുന്നു. അതിലൊരു 16% കരമാർഗം ചരക്ക് ഗതാഗതം പ്രതീക്ഷിക്കുന്നത്. ഈ രംഗത്തെല്ലാം വരുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് കേരളത്തിൻ്റെ സാമ്പത്തിക, വ്യാവസായിക, വാണിജ്യ, ടൂറിസം, തൊഴിൽ മേഖലകളിൽ വൻ സാധ്യതകൾ ഉറപ്പാക്കുകയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നടപ്പാക്കി മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ ഇവിടെ പ്രാദേശികവാസികളായിട്ടുള്ള ആളുകൾക്ക് 50% തൊഴിൽ കൊടുക്കുക എന്ന കരാറുണ്ടാക്കിയിട്ടുണ്ട്. അത് കൃത്യമായി പാലിക്കുന്നതിന് തുടക്കം കുറിച്ചിരിക്കുന്നു. ഒപ്പം ഈ പ്രദേശത്തെ
തൊഴിൽ നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും ഉൾപ്പെടെ അവരെ പുനരധിവസിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഗവൺമെൻറ് അന്ന് പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ പാലിച്ചു തുടങ്ങിയതിൻ്റെ ഭാഗമായി ഇപ്പോൾ 106.8 കോടി രൂപ ഇതിനോടകം വിതരണം ചെയ്തു കഴിഞ്ഞു. ഇനിയും അടുത്ത ദിവസങ്ങളിൽ ബഹുമാനായ അച്ഛൻ ഈ വേദിയിലുണ്ട്, അതുപോലെ ജമായത്തിൻ്റെ ഭാരവാഹികളുണ്ട്. അവരുമെല്ലാമായി ഞങ്ങൾ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഫിഷറീസ് മിനിസ്റ്റർ ഞാനും ചേർന്ന് നിരവധി മീറ്റിങ്ങുകൾ നടത്തി ചർച്ച ചെയ്ത് അത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ പര്യാപ്തമായ പ്രത്യേക സൊല്യൂഷൻസ് നിങ്ങൾ കണ്ടെത്തി അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കും. അതോടൊപ്പം തന്നെ ഒരു ഫിഷിംഗ് ഹാർബറിൻ്റെ കാര്യം അവർ ഡിമാൻഡ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിനും പരിഹാരമുണ്ടാക്കാൻ പൂനെയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് ധാരണയായി കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ സമീപകാല ഭാവിയിൽ ഈ പ്രദേശത്തെ എല്ലാ വിഭാഗം ആളുകളെയും താല്പര്യങ്ങൾ പരിരക്ഷിച്ചുകൊണ്ടും പറഞ്ഞ വാക്കുകൾ പാലിച്ചുകൊണ്ടും എല്ലാ അർത്ഥത്തിലും കേരളം ഇന്ന് വികസന രംഗത്ത് വിസ്മയങ്ങൾ തീർത്ത് മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇതാ മറ്റ് ഒരു ഈ 1-2 പിണറായി സർക്കാരിൻ്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രം പൂർത്തീകരിക്കപ്പെട്ട ഈ തുറമുഖം ഇതാ നാടിന് സമർപ്പിക്കുന്ന അനുഗ്രഹീതമായ മുഹൂർത്തത്തിന് സമയം കണ്ടെത്തി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി അദ്ദേഹം ഇതിൻ്റെ ഓരോ നിമിഷങ്ങളിലും എല്ലാ വിഷയങ്ങളിലും എന്ന പോലെ നിതാന്ത ജാഗ്രത പുലർത്തി അദ്ദേഹം ഈ കാര്യത്തിൽ ഉപദേശ നിർദ്ദേശങ്ങളും നേതൃത്വവുമാണ് യഥാർത്ഥത്തിൽ ഈ പോർട്ട് ഇത്തരത്തിൽ യാഥാർത്ഥ്യമാകാൻ ഇടവന്നിട്ടുള്ളത്. ആ സന്ദർഭത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാവിയിൽ ലഭിക്കേണ്ട സഹായങ്ങളും സൗകര്യങ്ങളുമെല്ലാം ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം യൂണിയൻ മിനിസ്റ്ററോടും എല്ലാം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും തുറമുഖ വകുപ്പിൻ്റെ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.